നമസ്കാരം. AC വിഷന്റെ പ്രേക്ഷകർക്കെല്ലാവർക്കും സോഷ്യൽ മീഡിയ ട്രിക്സ് എന്ന എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് വാട്സാപ്പാണ്. തൊട്ട് മുമ്പത്തെ എപ്പിസോഡും വാട്സാപ്പിനെ പറ്റി തന്നെയായിരുന്നു. കാരണം അതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഇട്ടിരിക്കുന്ന ആയിട്ടുള്ള എപ്പിസോഡാണിത്. അത് പാർട്ട് 1 ആണ്. കാരണം എല്ലാം കൂടി ഒറ്റ എപ്പിസോഡ് പറയുമ്പോൾ അത് വീഡിയോ ഒരുപാട് ലോങ് ആകുന്നതുകൊണ്ടാണ് രണ്ടായിട്ട് ഭാഗിച്ച് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വാട്സാപ്പിൽ എന്തിരുന്നാലും ഓരോ എപ്പിസോഡും വ്യത്യസ്തങ്ങളായ വാട്സാപ്പ് ആശയങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയായിരിക്കും ഞങ്ങൾ എപ്പിസോഡ് ക്രിയേറ്റ് ചെയ്യുക എന്നതിൽ ഞങ്ങൾ ഗ്യാരണ്ടി തരുന്നു. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് വാട്സാപ്പിൻ്റെ ആ ഒരു പുത്തൻ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പുത്തൻ അപ്ഡേഷൻ എന്താണ് എന്നറിയാൻ നിങ്ങൾക്ക് തിടുക്കമുണ്ടാകും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡോട്ട് പോകാം. അതിന് മുമ്പായിട്ട് ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ എന്ത് ചെയ്യണം? നിങ്ങൾ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഓരോ ദിവസവും വൈകിട്ട് 7 മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ മെയിലായിട്ട് വരുന്നതായിരിക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യുക? നിങ്ങൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഈ ഒരു ആശയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് പങ്കുവെക്കുക. കാരണം അവരുടെയും കൂടെ ഈ ഒരു അറിവിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ റെപ്യൂട്ടേഷൻ നമ്മളെ ബാധിക്കും വേണ്ടിയിട്ട് നമുക്കും നിങ്ങൾക്കും കൂടെ സഹായിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒന്നാണ് ഈ ഷെയറിങ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ദയവായി നിങ്ങൾ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ഈ ഒരു ആശയം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന് ഉണർത്തുകയാണ്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിലോട്ട് കിടക്കാം. ായിട്ട് വാട്സാപ്പിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു പുതിയ അപ്ഡേഷനാണ്. നിങ്ങളുടെ ഫോണിൽ ഇതില്ല എങ്കിൽ നിങ്ങൾ ദയവായി നിങ്ങളുടെ വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഒഫീഷ്യൽ വാട്സാപ്പിൽ ഒരു സെറ്റപ്പ് കാണുന്നില്ല എങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ന്യൂ അപ്ഡേഷൻ അവൈലബിൾ ആയി വരുന്നതേ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വാട്സാപ്പിൻ്റെ ഒരു ബീറ്റ ടെസ്റ്റർ ആകുക. അതുമല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൻ്റെ മറ്റൊരു മോഡ് വേർഷനായ GB വാട്സാപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഭാവിയിൽ ഈ ഒരു ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. എന്നിരുന്നാൽ ഞാൻ പറയാനും പോകുന്നത് ഫസ്റ്റ് ഫീച്ചേഴ്സാണ് വന്നിട്ടുള്ള 2018 ന്യൂ ഇയർ ഫീച്ചേഴ്സ് തന്നെയാണ്. കാരണം മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വൈഫൈയുടെ ചിഹ്നത്തിലൊരു ആരോ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ മുകളിൽ നോക്കുകയാണെങ്കിൽ ഒരു വൈഫൈയുടെ ചിഹ്നത്തിലൊരു ആരോ. ഇതെന്തിനാണ്? ഈ ഒരു DNS സെറ്റിങ്സ് എന്നാണ് ഇത് പറയുക. ഇത് എനേബിൾ DND മോഡ് എന്നാണ് പറയുക. ഇതെന്തിനാണ് ഈ DND മോഡ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കറിയാം, നമ്മളിപ്പോൾ നെറ്റ് ഓപ്പൺ ആണെങ്കിൽ വാട്സാപ്പ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. വാട്സാപ്പ് എപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കും. കാരണം നമുക്കൊരു അലേർട്ട് വന്നാൽ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അപ്പം വാട്സാപ്പ് എന്ത് ചെയ്യും? നമുക്ക് മെസ്സേജുകളും മറ്റും നോട്ടിഫിക്കേഷൻ ആയിട്ട് അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊന്ന് ഡിസേബിൾ ചെയ്ത് വെക്കണം. അതായത് നമുക്ക് നെറ്റ് വേണം, എന്നാൽ ആ ഒരു സമയം വാട്സാപ്പ് മെസ്സേജുകളൊന്നും തന്നെ വരുവും വേണ്ട. ഇങ്ങനെ ആ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീച്ചേഴ്സ് ഉള്ളത്. നമുക്കറിയാം, നമ്മൾ നെറ്റ് ഓൺ ആക്കുന്ന സമയത്ത് ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ട് നമ്മൾ ഡിസ്റ്റർബ് ആകും. അതിന് വേണ്ടിയിട്ടാണ്, അതിനൊരു ഒതുക്കം കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഒരു വട്ടം നമ്മൾ എപ്പോഴാണോ നമുക്ക് നെറ്റ് എപ്പോഴും ഓൺ ആയിരിക്കേണ്ട ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് വാട്സാപ്പ് ഇപ്പോൾ കണ്ടില്ല, വാട്സാപ്പ് ഇങ്ങനെ ചിലച്ചുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യും? അതൊരു ഡിസ്റ്റർബൻസ് ആണ്. നമുക്ക് മറ്റെന്തെങ്കിലും പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ വാട്സാപ്പ് മെസ്സേജുകൾ വന്ന് നമുക്ക് ശല്യമാവും. ആ ഒരു മെസ്സേജ് നിർത്തലാക്കാൻ വേണ്ടി ആ ഒരു സമയത്തേക്ക് നമ്മുടെ വാട്സാപ്പിൽ നിന്നുള്ള നെറ്റ് കണക്ഷൻ ഡിസേബിൾ ചെയ്യാൻ വേണ്ടി, വാട്സാപ്പിലേക്കുള്ള നെറ്റ് കണക്ഷൻ ഡിസേബിൾ ചെയ്യാൻ വേണ്ടി, എങ്കിൽ ഫോണിൽ നെറ്റ് ഉണ്ടാവുകയും വേണം, എന്നാൽ വാട്സാപ്പിലേക്കുള്ള നെറ്റ് ആവശ്യവുമില്ല. അതായത് വാട്സാപ്പ് ശബ്ദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീച്ചേഴ്സാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? DND മോഡ് നമുക്കൊന്ന് ഓക്കെ കൊടുത്ത് എനേബിൾ ചെയ്യാം. നോക്കുക, ഈസ് നോട്ട് കണക്റ്റഡ് ടു ദ ഇൻ്റർനെറ്റ് എന്ന് കാണിക്കുന്നത് കണ്ടില്ലേ? അതിന് കാരണം ഇത് തന്നെയാണ്. നമുക്ക് വാട്സാപ്പിലേക്കുള്ള നെറ്റ് അവർ റദ്ദ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സമയം നമ്മുടെ വാട്സാപ്പിലേക്ക് വരുന്ന മെസ്സേജുകളൊന്നും തന്നെ നമുക്ക് കിട്ടുകയില്ല. നമ്മൾ അയക്കുന്ന മെസ്സേജുകളൊന്നും തന്നെ പോവുകയുമില്ല. എന്ന് വിചാരിച്ച് നമ്മുടെ ഫോണിൽ നെറ്റ് ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ബ്രൗസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാനോ ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ വാട്സാപ്പിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ആ ഒരു സമയത്ത് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഈ ഒരു ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു ലോക്ക് നമുക്ക് മുകളിൽ നോക്കാം. ആ ഒരു വൈഫൈ പോലത്തെ ആ ഒരു ചിഹ്നത്തിൻ്റെ അവിടെ ലോക്കാണ്. ആ ഒരു ലോക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് DND മോഡ് ഒന്നും കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക? അതിലൊന്നും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും ആ ഒരു DND മോഡ് വന്ന് നമുക്ക് ആക്റ്റീവായിട്ട് കാണുന്നുണ്ട്, ഡീആക്റ്റീവായി കാണുന്നുണ്ട്. ഈ ഒരു ഫീച്ചേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് കാണാം, ഈ സമയം എനിക്ക് മുകളിൽ മെസ്സേജുകൾ വരുന്നത് കാണാൻ സാധിക്കും. അത് ആക്ടിവേഷൻ ആയ സമയത്ത് എനിക്ക് മെസ്സേജുകൾ വാട്സാപ്പിൻ്റെ ഭാഗത്തുണ്ട് ഡു നോട്ട് ഡിസ്റ്റർബ് ഒന്നും ഉണ്ടാവുകയില്ല. നോക്കുക, DND മോഡ്, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് എന്നാണ് എൻ്റെ ഫുൾ ഫോം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഫീച്ചേഴ്സിലോട്ട്. രണ്ടാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറയാം ആൻറ്റി റിവോക്ക് എന്നാണ് പറയുക. അത് നമ്മൾ ചെയ്യേണ്ടത് GB വാട്സാപ്പ് എന്തെങ്കിലും മുകളിൽ 3 ഡോട്ട് ഈ തലക്കിൽ ഈ ഒരു മൂലക്കിലുണ്ടാവും.
ഈ ഒരു ജംഗ്ഷനിൽ ഇവിടെ ഈ ഒരു സെൻറ്ററിൽ ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ 3 ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴത്തേക്ക് ഒരു ഡയലോഗ് ബോക്സ് തെളിഞ്ഞു വരുന്ന കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ പ്രൈവസിയിൽ ഞാൻ മുമ്പ് ഒരുപാട് കാര്യങ്ങൾ പ്രൈവസിയെ പറ്റി പറഞ്ഞിരുന്നു. എങ്കിൽ ഈ പ്രൈവസിയിൽ നമ്മൾ അന്ന് ചർച്ച ചെയ്യാൻ വിട്ടുപോയ ഒരു ഓപ്ഷനാണ്. അപ്പോൾ അത് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൈവസിയിലെ ഏറ്റവും അടിയിൽ ഒരു താഴത്തേക്ക് പോവുക, എനേബിൾ ആൻറ്റി റിവോക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഷോ ഓൺലൈൻ സ്റ്റാറ്റസ് എന്നാണ് നമുക്കെല്ലാം അറിയാം. അതായത് നമ്മൾ ആ ഒരു ഓപ്ഷൻ നമ്മൾ നെറ്റിൽ നമ്മൾ വാട്സാപ്പിൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവരിൽ ഓൺലൈൻ എന്ന് നമ്മളെ കാണിക്കും. നമ്മൾ ഓൺലൈൻ ഉണ്ട് എങ്കിൽ ഓൺലൈൻ ഉണ്ട് എന്ന് അവർ അറിയും നമ്മൾ ഓൺലൈൻ ഉള്ളത്. അപ്പോൾ അത് വേണമെങ്കിൽ അത് ഡിസേബിൾ ചെയ്ത് വെക്കാൻ വേണ്ടി, അതായത് നമ്മൾ ഓൺലൈനിൽ ഉണ്ടെങ്കിലും മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷോ ഓൺലൈൻ സ്റ്റാറ്റസ് എന്ന ഫസ്റ്റ് ഓപ്ഷൻ. പിന്നെ ബ്ലൂ ടിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലൂ ടിക്ക് നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത ശേഷം നമ്മൾ അയച്ച മെസ്സേജ് അല്ലെങ്കിൽ അവർ നമുക്ക് അയച്ച മെസ്സേജ് നമ്മൾ അങ്ങോട്ട് അയക്കുന്ന മെസ്സേജ് ഏതായിരിക്കും, അതിന് ബ്ലൂ ടിക്ക് വരുമ്പോൾ നമ്മൾ അദ്ദേഹം വായിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് അവർക്ക് ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലൂ ടിക്ക് എന്നൊരു ഓപ്ഷൻ. പിന്നെ സെക്കൻഡ് ടിക്ക് നമ്മൾ രണ്ടാമത് അവരുടെ കയ്യിൽ മെസ്സേജ് ലഭിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് ടിക്ക്. ആ ഒരു ഇൻഫർമേഷൻ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് ടിക്ക്. അതുപോലെ തന്നെ വൈറ്റ് സ്റ്റാറ്റസ്, നമ്മൾ എഴുതുന്ന നമ്മുടെ സ്റ്റാറ്റസ് ആരിൽ നിന്നൊക്കെ ഹൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് മറ്റുള്ളവരിൽ നിന്നും ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റെക്കോർഡിങ്, നമ്മൾ ഗ്രൂപ്പിലൊക്കെ മെസ്സേജുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മുകളിൽ റെക്കോർഡിംഗ് എന്നൊരു ഇൻഫർമേഷൻ കാണാൻ സാധിക്കും. അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെക്കോർഡിംഗ് എന്നുള്ളത്. അതുപോലെ തന്നെ മൈക്രോഫോൺ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ ഫീച്ചർ. ആ മൈക്രോഫോൺ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ശബ്ദിക്കുമ്പോൾ നമ്മൾ മൈക്രോഫോൺ യൂസ് ചെയ്തുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് ഒരു ഇൻഫർമേഷൻ ലഭിക്കും. അപ്പോൾ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈക്രോഫോൺ, അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ദയവായി എന്ത് ചെയ്യാം, ഇതൊക്കെ എടുത്തൊന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ താഴത്തേക്ക് നോക്കുക, ഷോ വ്യൂ സ്റ്റാറ്റസ്. നമ്മുടെ സ്റ്റാറ്റസ് ആരൊക്കെ വ്യൂ ചെയ്യണം എന്നുള്ളതിന് വേണോ വേണ്ടയോ എന്നുള്ളതിൻ്റെ ഒരു ഓപ്ഷനാണ്. അതിൻ്റെ തൊട്ട് താഴത്താണ് എനേബിൾ ആൻറ്റി റിവോക്ക്. ഇതാണ് നമ്മൾ പറയാനുള്ളത്. ഈ എനേബിൾ ആൻറ്റി റിവോക്ക് നമ്മൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പോൾ വാട്സാപ്പിൻ്റെ പുതിയൊരു ഫീച്ചറാണ്. നമുക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ സുഹൃത്തിന് ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. ആ ഡിലീറ്റ് അദ്ദേഹം 7 മിനിറ്റിനുള്ളിൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 7 മിനിറ്റിനുള്ളിൽ ആ ഒരു മെസ്സേജ് അദ്ദേഹം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്നും ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ആയി പോകുന്നത്. അതായത് ഇപ്പോൾ ഒരാൾ ഇങ്ങോട്ട് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ 7 മിനിറ്റിനുള്ളിൽ അദ്ദേഹം ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്താൽ നമുക്ക് റിസീവ് ആയ ഒരു മെസ്സേജ് നമ്മുടെ ബോക്സിൽ നിന്നും ഡിലീറ്റ് ആയി പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു 7 മിനിറ്റിനുള്ളിൽ അപ്പോൾ മറ്റൊരു കാര്യമുണ്ട്, നമുക്ക് 7 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ആയി പോവുകയില്ല. എങ്കിൽ അതിനൊരു ട്രിക്ക് ഉണ്ട്. നമ്മൾ 7 മിനിറ്റ് ശേഷമാണ് നമുക്ക് ഈ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ അതിന് ചെയ്യേണ്ട ട്രിക്ക് എന്താണെന്ന് ഞാൻ മുൻ കാലത്തെ എപ്പിസോഡുകളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ എപ്പിസോഡിലെ പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റിൽ സോഷ്യൽ മീഡിയ ട്രിക്സ് എന്ന പ്ലേലിസ്റ്റ് കയറിയിട്ട് നമ്മളിട്ട മുൻ എപ്പിസോഡുകൾ കയറി കാണുകയാണെങ്കിൽ അതെങ്ങനെയാണ് 7 മിനിറ്റിന് ശേഷവും നമുക്ക് ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും, നമ്മുടെ വാട്സാപ്പിൽ അയച്ച മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിന് ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതെന്താണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് ഒരാൾ മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് അദ്ദേഹം ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ കാണുക ദിസ് യൂസർ മെസ്സേജ് വാസ് ഡിലീറ്റഡ്, അല്ലെങ്കിൽ ദിസ് മെസ്സേജ് വാസ് റീകോൾ, അങ്ങനെ എന്തെങ്കിലും കാണിക്കും. അതിൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്തെന്നൊരു ഇൻഫർമേഷൻ നമുക്ക് കാണിക്കും. ആ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ എനേബിൾ ആൻറ്റി റിവോക്ക് എന്ന ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓൺ ആക്കിയിടുകയാണെങ്കിൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, എനേബിൾ ആൻറ്റി റിവോക്ക് എന്ന ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ അദ്ദേഹം അയച്ച മെസ്സേജ് ഡിലീറ്റ് ചെയ്താലും നമ്മുടെ ഫോണിൽ നിന്നും ആ മെസ്സേജ് ഡിലീറ്റ് ആവില്ല. നമ്മുടെ ഫോണിൽ റിസീവ് ആയിട്ടുണ്ട് എങ്കിൽ ആ ഒരു മെസ്സേജ് നമ്മുടെ ഫോണിൽ നിന്നും ഡിലീറ്റ് ആവില്ല. അപ്പോൾ അദ്ദേഹം എന്താണ് അയച്ചത് എന്ന് അറിയാൻ മറ്റൊരു ആപ്ലിക്കേഷൻ്റെ സഹായം കൂടാതെ വാട്സാപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സൂപ്പർ അപ്ഡേഷൻ തന്നെയാണ് ഇത്. ഇപ്പോൾ നിലവിലുള്ളത് GB വാട്സാപ്പിലാണ്. ഏതായാലും ഞാനിത് എനേബിൾ ചെയ്യാൻ വേണ്ടി എനേബിൾ ആൻറ്റി റിവോക്ക് എന്ന ഈ ഒരു ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, എനേബിൾ ആൻറ്റി റിവോക്ക് എന്നത് മാറി ഇപ്പോൾ ഡിസേബിൾ ആൻറ്റി റിവോക്ക് എന്നായിട്ടുണ്ട്. അതായത് ആൻറ്റി റിവോക്ക് എനേബിൾ ആണ്. ഇപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരാൾ മെസ്സേജ് അയച്ചു, അദ്ദേഹം ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടും കാര്യമില്ല. അദ്ദേഹം അയച്ച മെസ്സേജ് എന്താണ് എന്നുള്ളത് എൻ്റെ ഫോൺ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെക്കും, എൻ്റെ വാട്സാപ്പ് ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെക്കും. അദ്ദേഹം അവിടെ ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ അവിടുന്ന് ആ ഒരു മെസ്സേജ് അദ്ദേഹം ഡിലീറ്റ് ചെയ്താലും എനിക്ക് ആ ഒരു മെസ്സേജ് വായിക്കാനോ അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ കാണാനോ പാട്ടാണെങ്കിൽ കേൾക്കാനോ ഒക്കെ സാധിക്കും. ആ ഒരു മെസ്സേജ് എൻ്റെ ഫോണിൽ നിന്ന് ആ ഒരു സേവായ സെർവറിൽ നിന്ന് എൻ്റെ വാട്സാപ്പിൽ നിന്നും മാഞ്ഞു പോവുകയില്ല എന്നാണ് ഈ ഒരു ഫംഗ്ഷൻ കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫംഗ്ഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. മറ്റൊരാൾ അയക്കുന്ന മെസ്സേജ് അദ്ദേഹം ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മുന്നോട്ട് നോക്കിയിട്ട് ചിന്തിക്കും എന്തായിരിക്കും അദ്ദേഹം അയച്ചത് എന്നുള്ളത് ചിന്തിക്കുന്ന പലരും ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു ആൻറ്റി റിവോക്ക് എനേബിൾ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ആ ഒരു സംശയം അവർക്ക് ദൂരീകരിക്കാൻ സാധിക്കുന്നതുമാണ് എന്ന് ഞാൻ ഉണർത്തുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫംഗ്ഷൻ എന്താണ് വാട്സാപ്പിൻ്റെ എന്ന് നോക്കാം.
ഓക്കെ, ഇനിയുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം നമ്മുടെ വാട്സാപ്പിൽ ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അനുദിനം മെസ്സേജുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് പല ഭാഷകളിൽ നിന്നാണ് നമുക്ക് മെസ്സേജുകൾ ലഭിക്കുക. ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലാണ് ഒരു മെസ്സേജ് വന്നത് എങ്കിൽ ആ ഒരു മെസ്സേജ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഒരു ഫംഗ്ഷനാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് മലയാളത്തിൽ ഒരു മെസ്സേജ് വന്നുവെങ്കിൽ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് വാട്സാപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഫീച്ചേഴ്സാണ്. അപ്പോൾ നമുക്ക് ഒരാളൊരു മെസ്സേജ് അയച്ചാൽ ഇപ്പോൾ ഇവിടെ ഹാപ്പി ന്യൂ ഇയർ എന്നൊരു മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യുക, ലോങ് ചെയ്യും. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഹാപ്പി ന്യൂ ഇയർ എന്ന് എനിക്ക് മലയാളത്തിൽ കാണണമെങ്കിൽ, അറിയണമെങ്കിൽ, എന്താണ് ഈ ഹാപ്പി ന്യൂ ഇയറിൻ്റെ മലയാളം എന്താണ് എന്ന് അറിയണമെങ്കിൽ, അപ്പോൾ എന്തുമാണ് ഇത് എക്സാമ്പിൾ പറഞ്ഞതെന്ന് മാത്രം ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഹാപ്പി ന്യൂ ഇയർ എന്ന ഈ ഒരു മെസ്സേജ് ലോങ് ആയി നമ്മൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഹാപ്പി ന്യൂ ഇയർ എന്ന മെസ്സേജ് നമ്മൾ ലോങ് ആയി പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബ്ലൂ ആയിട്ടൊരു സെലക്ഷൻ വരുന്ന കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ബ്ലൂ ആയിട്ട് സെലക്ഷൻ കാണുമ്പോൾ തൊട്ട് മുകളിൽ നോക്കുക, ആ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ, അതുപോലെ തന്നെ ആ ഒരു മെസ്സേജ് സ്റ്റാർ ചെയ്യാനുള്ള ഫംഗ്ഷൻ, അതുപോലെ തന്നെ ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ, അതുപോലെ തന്നെ ആ മെസ്സേജ് കോപ്പി ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ. തൊട്ടപ്പുറത്ത് ഒരു XA എന്നൊക്കെ പറഞ്ഞിട്ടൊരു പുതിയൊരു ചിഹ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് ട്രാൻസ്ലേറ്റ് എന്ന് പറയാം. വാട്സാപ്പ് മെസ്സേജുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫംഗ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ഫംഗ്ഷൻ നമ്മൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് ഉണ്ടാവുക. ആ ഒരു ഫംഗ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു ഡയലോഗ് ബോക്സ്, ട്രാൻസ്ലേറ്റ് ടു അറബി, ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ്, ട്രാൻസ്ലേറ്റ് ടു സ്പാനിഷ് എന്ന് വേണ്ട അംഗീകൃതമായ എല്ലാ ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളൊരു ഫംഗ്ഷൻ ഇവിടെയുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം ഏതൊക്കെ ഭാഷകളാണ് ഉള്ളത് എന്ന്. ഇൻ്റർനാഷണൽ ഭാഷകളായ ഹിന്ദിയാണ് നമുക്ക് ഉള്ളൂ. ഹിന്ദിയിലേക്ക് വേണമെങ്കിൽ നമുക്കിത് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മലയാളത്തിൽ വന്ന മെസ്സേജ് വേണം നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ. ഇത് വാട്സാപ്പിൻ്റെ ഒരു പുതിയ ഫംഗ്ഷനാണ്. ഭാവിയിൽ നമ്മുടെ ഭാഷകൾ ഇതിനകത്തേക്ക് വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇത് ഇത് ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് ഈ ഒരു ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഹിന്ദി എന്ന് കൊടുത്തു നോക്കാം. എത്രത്തോളം വർക്കിംഗ് ആവും എന്നറിയില്ല, എങ്കിൽ ഭാവിയിൽ ഇത് സക്സസ് ആയി വർക്കാവും, അത് 100% ഞാൻ ഗ്യാരണ്ടി തരാം. എന്നാൽ ഇപ്പോൾ നമ്മളിതൊരു ഡെവലപ്പിംഗ് സ്റ്റേജ് ആയതുകൊണ്ട് എത്രത്തോളം വർക്കാവും. ഞാൻ ട്രാൻസ്ലേറ്റ് ടു ഹിന്ദി എന്ന് കൊടുത്തപ്പോൾ ട്രാൻസ്ലേറ്റിംഗ് വെയിറ്റ് എ മൊമെൻറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ആവും, ഓക്കെ, എററാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ട്രാൻസ്ലേറ്റ് ആയ ഒരു റിസൾട്ടായി ഇവിടെ ലഭിക്കുക. ഇവിടെ എററാണ് കാണിക്കുന്നത്. ഏതായാലും ആ ഒരു ഫംഗ്ഷൻ വർക്ക് ഇപ്പോൾ നിലവിലില്ല, ഭാവിയിൽ നിർബന്ധമായും അത് ഉണ്ടാകുമെന്ന് ഞാൻ ഉണർത്തുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വാട്സാപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇന്ന് ഇപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള എൻ്റെ പുതിയ കയ്യിലുള്ള പൊടിക്കൈകൾ അല്ലെങ്കിൽ പുത്തൻ അപ്ഡേഷൻസ്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ ടെക് ആൻഡ് ടിപ്പ് ട്രിക്സുകളൊക്കെ, അല്ലെങ്കിൽ TV സംബന്ധമായും അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നതും ഓൺലൈൻ വഴി പൈസ ഉണ്ടാക്കുന്നതും മോട്ടിവേഷൻ ടെക്നീക്സൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി നിങ്ങൾ ചെയ്യുക. അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, എന്നും വൈകുന്നേരം കാതോർത്തിരിക്കുക. എന്നും വൈകുന്നേരം 7 മണിക്ക് നമ്മൾ പുത്തൻ വീഡിയോസ് കൂടി ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അത് നേരത്തെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഇത് മാത്രമേ നമ്മൾ അഭ്യർത്ഥിക്കുന്നുള്ളൂ. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കാരണം ലൈക്ക് നോക്കി ഈ വീഡിയോ വ്യൂ ചെയ്യുന്നവർക്ക് അത് വളരെ ഒരു ഇൻഫോർമാറ്റീവ് അല്ലെങ്കിൽ വളരെ ഒരു ഉപകാരപ്രദമായ കാര്യം തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡിൽ പുത്തൻ ചിന്തയും പുതിയ അറിവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടെക്നോളജി നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ ടച്ച് ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.